കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത വിധമുള്ള കടുത്ത പ്രതിരോധത്തിലാണ് CPIM ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം CPIM സൈബർ വിങ്ങുകൾ കെട്ടിച്ചമച്ച കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഇന്ന് അതേ പാർട്ടിയുടെ കഴുത്തിലെ വലിയൊരു കുരുക്കായി മാറിയിരിക്കുകയാണ്. അന്ന് ഷാഫിയെ വ്യക്തിഹത്യ ചെയ്യാനും വോട്ടർമാർക്കിടയിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനും ലക്ഷ്യമിട്ട് നിർമ്മിച്ച ആ വ്യാജ സൈബർ ടൂളിനെതിരെ VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഒന്നിച്ചിറങ്ങിയതോടെയാണ് കളി മാറിയത്. വടകരയിൽ ഷാഫി പറമ്പിൽ നേടിയ ആ റെക്കോർഡ് വിജയത്തിന് പിന്നാലെ ഈ സൈബർ ചതിക്ക് പിന്നിലുള്ള യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പ്രതിപക്ഷം നടത്തിയ ശക്തമായ പോരാട്ടത്തിന് മുന്നിൽ ഒടുവിൽ ഭരണകൂടത്തിന് തല കുനിക്കേണ്ടി വന്നിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കർശന നിർദ്ദേശപ്രകാരം രൂപീകരിച്ച 7 അംഗ പുതിയ പ്രത്യേക അന്വേഷണ സംഘം അഥവാ SIT കേസ് ഏറ്റെടുത്തതോടെ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും CPIM കോട്ടകളിൽ ഭയവും നിരാശയും തളം കെട്ടി നിൽക്കുകയാണ്. കോഴിക്കോട് റൂറൽ SP-യുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP T മനോഹരന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ഊർജിതമാക്കിയതോടെയാണ് അണിയറ രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നത്. മുൻപ് കേസ് ഒതുക്കി തീർക്കാൻ നോക്കിയ പ്രാദേശിക പോലീസിന്റെ കള്ളക്കളികൾ ഹൈക്കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും നേരത്തെ തന്നെ പൊളിച്ചടുക്കിയിരുന്നു. അമ്പാടിമുക്ക് സഖാക്കൾ, റെഡ് സ്റ്റാർ വോളണ്ടിയേഴ്സ് തുടങ്ങി ഇടത് സൈബർ ഗ്രൂപ്പുകളിലൂടെയാണ് ഈ വർഗീയ സന്ദേശം പ്രചരിച്ചതെന്ന് മുൻപ് കണ്ടെത്തിയിരുന്നെങ്കിലും അതിന്റെ യഥാർത്ഥ ഉറവിടം മൂടിവെക്കാൻ പാർട്ടിക്ക് സാധിച്ചിരുന്നു. എന്നാൽ പുതിയ SIT ഡിജിറ്റൽ തെളിവുകളിലേക്ക് ആഴ്ന്നിറങ്ങിയതോടെ കുറ്റ്യാടിയിലെ ഒരു മുൻ ജനപ്രതിനിധിയുടെ കുടുംബത്തിന്, അതായത് പാർട്ടിയുടെ ഏറ്റവും വിശ്വസ്തരായ ഒരു കുടുംബത്തിന് തന്നെയാണ് ഈ വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതിലും അത് പുറത്തു വിട്ടതിലും നേരിട്ട് പങ്കുള്ളതെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അന്വേഷണം സുതാര്യമായി മുന്നോട്ടു പോകുന്നതോടെ പല പ്രമുഖ സൈബർ തലവന്മാരുടെയും പ്രാദേശിക നേതാക്കളുടെയും കൈകളിൽ വിലങ്ങ് വീഴുമെന്നത് ഉറപ്പായി കഴിഞ്ഞു. പിണറായിക്ക് വേണ്ടിയും പാർട്ടി അംഗം പോലുമല്ലാത്ത മക്കളെ AC റൂമിൽ തന്നെ കിടത്താനുമൊക്കെ വേണ്ടി പാവപ്പെട്ട സഖാക്കൾ കുറെ ചോര നീരാക്കിയപ്പോൾ ഒടുക്കം അവർക്ക് കിട്ടിയത് ജയിലറ മാത്രമാണ്. അക്രമം അഴിച്ചുവിട്ട ഈ പ്രതികളെയൊക്കെ AKG സെന്ററിൽ ഒളിപ്പിക്കാൻ ഗോവിന്ദൻ മാഷും കൂട്ടരും നോക്കിയെങ്കിലും അവിടെയും കേറി ഞങ്ങൾക്ക് പൊക്കാൻ അറിയാമെന്ന ചെന്നിത്തലയുടെ ഒറ്റ ഡയലോഗിലൂടെ CPIM-ന് സകലരെയും പോലീസിന് മുന്നിലേക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. നേർക്ക് നേർ നിന്ന് പോരാടാൻ പറ്റുന്ന പ്രതിപക്ഷ നേതാവ് പോലും തങ്ങളെ ഇനി സംരക്ഷിക്കില്ല എന്ന സത്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് നേതാക്കളെ ഓരോരുത്തരെ അറസ്റ്റ് ചെയ്തതിലൂടെ ഈ സാധാരണ സഖാക്കൾക്ക് മനസ്സിലായതാണ്. ഇപ്പോഴിത് വടകരയ്ക്ക് പുറമെ മറ്റ് 2 ഭാഗങ്ങളിൽ നിന്നും തലങ്ങും വിലങ്ങും CPIM-ന് കടുത്ത പ്രഹരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിൽ ജനങ്ങൾ വലിയ ദുരിതത്തിലായ സാഹചര്യത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങളിലും ഉണ്ടായ കടുത്ത ഭരണപരമായ പരാജയങ്ങളും വീഴ്ചകളും പാർട്ടിക്ക് മറ്റൊരു തിരിച്ചടിയായി മാറി. ദുരന്ത മുഖത്ത് പോലും ജനങ്ങളെ സഹായിക്കുന്നതിൽ രാഷ്ട്രീയം കലർത്താനും സ്വന്തക്കാരെ തിരികെ കയറ്റാനും പ്രാദേശിക നേതൃത്വം ശ്രമിച്ചെന്ന ആക്ഷേപം ശക്തമായതോടെ കാലങ്ങളായി പാർട്ടിയെ പിന്തുണച്ചിരുന്ന സാധാരണ ജനങ്ങൾ പോലും ഭരണകൂടത്തിന്റെ പരാജയങ്ങൾക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നു. ഇതിനെല്ലാം പുറമെയാണ് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് കേന്ദ്ര ഏജൻസിയായ ED ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ ആക്രമണം പാർട്ടിയുടെ ഉന്നതരുടെ അഴിമതികളും കള്ളപ്പണ ഇടപാടുകളും പുറത്താക്കുമെന്ന ഭയത്താൽ ഔദ്യോഗിക റെയ്ഡിനെതിരെ ഉദ്യോഗസ്ഥരെ പ്രാദേശിക പാർട്ടി ഗുണ്ടകളെ ഉപയോഗിച്ച് തടയുകയും കയ്യേറ്റം ചെയ്യുകയുമാണ് ഉണ്ടായത്. കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നു എന്ന സ്ഥിരം ഇരവാദം ഉയർത്തി പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും ഈ ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ ഒരു പ്രാദേശിക ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. തലസ്ഥാനത്തെ പ്രമുഖരായ പല CPIM നേതാക്കളും ഇപ്പോൾ ED-യുടെയും പോലീസിന്റെയും കടുത്ത നിരീക്ഷണ വലയത്തിലാണ്. ചുരുക്കത്തിൽ VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും നയിക്കുന്ന ശക്തമായ ഭരണ നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ CPIM-ന്റെ സകല പ്രതിരോധ കോട്ടകളും തകർന്നടിയുന്ന കാഴ്ചയാണിന്ന് കേരളത്തിലുള്ളത്. വടകരയിലെ വർഗീയ സ്ക്രീൻഷോട്ട് കേസ് വഴി സ്വന്തം മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന അവസ്ഥ, ആലപ്പുഴയിലെ പരാജയങ്ങളിലൂടെ ജനകീയ അടിത്തറ ഇളകുന്ന സാഹചര്യം, തിരുവനന്തപുരത്തെ ആക്രമണത്തിലൂടെ കേന്ദ്ര ഏജൻസികളിൽ നിന്നും നിയമത്തിൽ നിന്നും നേരിടുന്ന കടുത്ത നടപടികൾ, ഒരേ സമയം 3 ഭാഗത്തു നിന്നും ഇരച്ചെത്തിയ ഈ പ്രഹരങ്ങൾ ഭരണകക്ഷിയെയും അവരുടെ നേതൃത്വത്തെയും അക്ഷരാർത്ഥത്തിൽ
നിസ്സഹായരാക്കിയിരിക്കുകയാണ്. തങ്ങളെ സംരക്ഷിക്കാൻ ഇനി മുകളിലിരിക്കുന്നവർക്ക് കഴിയില്ലെന്നും പാർട്ടിക്ക് വേണ്ടി തെരുവിൽ ചോര ചിന്തിയവർക്ക് ഒടുവിൽ ജയിൽ മാത്രമാണ് ശരണമെന്നും സാധാരണ സഖാക്കൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. രക്ഷപ്പെടാൻ ഇനിയൊരു വഴിയുമില്ലാതെ സ്വന്തം കെണികളിൽ തന്നെ പാർട്ടി വീണുപോകുന്ന ഈ കാഴ്ച വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് ഈ രാഷ്ട്രീയ നാടകം മുന്നേറുന്നത്.